നമസ്കാരം. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ വി ഡി സതീശന് വേണ്ടി തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വി ഡി സതീശന് അനുകൂലമായ പ്രതികരണം ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കെ സി വേണുഗോപാലിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന മാത്യു കുഴൽനാടന് നാക്കുപിഴച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ലീഗും ജോസഫും ഒക്കെ അവരുടെ കാര്യം നോക്കിയാൽ മതി എന്ന് ഭംഗ്യാന്തരേണ പറഞ്ഞ മാത്യു കുഴൽനാടൻ വാസ്തവത്തിൽ ആ വിവാദത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. കുഴൽനാടനെതിരെ ലീഗ് രംഗത്തിറങ്ങി. അതുവരെ വി ഡി സതീശനോട് താല്പര്യമുണ്ടെങ്കിലും സതീശൻ വേണമെന്ന് നിർബന്ധം പിടിക്കില്ല എന്ന നിലപാടെടുത്തിരുന്ന ലീഗ് പരസ്യമായി കുഴൽനാടന് വേണ്ടി രംഗത്ത് വരികയും ലീഗ് പ്രവർത്തകർ നാടുനീളെ കുഴൽനാടനെ ചീത്ത വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ചെയ്തു. ഇതോടുകൂടി വി ഡി സതീശന് വേണ്ടിയുള്ള പ്രകടനത്തിൻ്റെ തോതും വ്യാപ്തിയും വർദ്ധിച്ചു. വാസ്തവത്തിൽ അത് വി ഡി സതീശന് വിനയായി. തെരുവിൽ തീരുമാനിക്കേണ്ടതല്ല കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ന നിഗമനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തി. തെരുവിൽ വി ഡി സതീശന് വേണ്ടി മുറവിളി ഉയർന്നത് വാസ്തവത്തിൽ വി ഡി സതീശന് പാരയായി മാറി. വി ഡി സതീശൻ ബോധപൂർവം അനുയായികളെ ഇറക്കി വിട്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെ അതിനുവേണ്ടി വി ഡി സതീശൻ ബോധപൂർവം കാമ്പയിൻ സൃഷ്ടിച്ചു എന്ന വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിനുണ്ടായി. ഇതേ തരത്തിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തത്. MLA-മാരുടെ അഭിപ്രായം കേൾക്കാനെത്തിയ മുകുൾ വാസ്നിക്കും അജയ് മക്കാനും AICC പ്രസിഡന്റിന് കൊടുത്ത റിപ്പോർട്ടിൽ MLA-മാരിൽ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ കെ സി വേണുഗോപാലിനാണെന്നും അതിനെ അട്ടിമറിക്കാൻ വി ഡി സതീശൻ നീക്കം നടത്തുന്നു എന്നും പറഞ്ഞത് വി ഡി സതീശനെതിരായി മാറി. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് കെ സി വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായാൽ മതി എന്ന് AICC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്ന് എക്സ്ക്ലൂസീവായി വെളിപ്പെടുത്തട്ടെ. ഇതിനിടയിലാണ് പലരെയും ഞെട്ടിച്ചുകൊണ്ട് മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരുന്ന ഒരു രേഖ പുറത്തു വന്നത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫറാണ് മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരിക്കുന്ന ഈ ദൃശ്യം ഒപ്പിയെടുത്ത് ഇന്ന് പുറത്തുവിട്ടത്. ഈ ദൃശ്യത്തിൽ കൃത്യമായി ചില പേരുകൾ പറയുന്നു. ആ പേരിൽ എല്ലാവരെയും ഞെട്ടിച്ചത് ആരുടെയും പക്ഷം ചേരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന KPCC പ്രസിഡന്റിന്റെയും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുടെയും പേരുകൾ കണ്ടതാണ്. ഈ രണ്ടുപേരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിനേക്കാൾ ഞെട്ടിച്ചത് ബത്തേരി MLA IC ബാലകൃഷ്ണൻ കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞതാണ്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെടുന്ന, ചെന്നിത്തലയ്ക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്ന ആൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ആളാണ് IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണൻ പോലും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചതോടെ ഭൂരിപക്ഷം പേരും കെ സിക്കൊപ്പമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. തൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കരുതുന്നവർ പോലും കെ സി വേണുഗോപാലിനൊപ്പമാണ് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ന നിഗമനത്തിലേക്ക് ഇത് നയിച്ചു. ഇരിക്കൂർ MLA സജീവ് ജോസഫ്, കണ്ണൂർ MLA TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ് എന്നിവരുടെ പേരുകൾക്കൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നതും കെ സി വേണുഗോപാൽ എന്നാണ്. ചെന്നിത്തലയ്ക്ക് 8 പേരുടെയും വി ഡി സതീശന് 6 പേരുടെയും പിന്തുണ മാത്രമേ ഉണ്ടായി എന്നാണ് KPCC ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നത്. എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം പേരും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുവെന്ന്. ഇത് തന്നെയായിരിക്കും ആധികാരിക രേഖയായി മാറുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വി ഡി സതീശനൊപ്പമാണ്. ഘടകകക്ഷികളും വി ഡി സതീശനൊപ്പമാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ മഹാഭൂരിപക്ഷവും കെ സി വേണുഗോപാലിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ വേണുവിനെ അല്ലാതെ മറ്റൊരാളെ കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വി ഡി സതീശന് വേണ്ടി തെരുവിലിറങ്ങി പ്രവർത്തകർ ബഹളം വെച്ചത് വി ഡിയുടെ സാധ്യത അടയ്ക്കുകയാണ് ചെയ്തത്. വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. രാഹുൽ ഗാന്ധി കട്ടായം പറഞ്ഞു MLA-മാരിൽ ഭൂരിപക്ഷം പിന്തുണയ്ക്കുന്നവരാരാണോ അവർ ആയാൽ മതിയെന്ന്. ഈ വിവരം കൃത്യമായി 2 നേതാക്കളെയും ബോധ്യപ്പെടുത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി ആവില്ല എന്ന് തീർത്തു പറയുകയും ധനവകുപ്പിൽ ചുമതലയേൽക്കാൻ AICC നേതൃത്വം വി ഡി സതീശനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. താൻ അതനുസരിക്കാം, ഉപമുഖ്യമന്ത്രി പദവി നൽകണം എന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ബാക്കിയാവുന്ന പ്രശ്നം രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തലയാണ് 3 പേരിലും ഏറ്റവും സീനിയറായ നേതാവ്. കെ സി വേണുഗോപാലിനേക്കാൾ മുൻപ് തന്നെ ഉന്നത പദവി വഹിച്ചയാൾ. രമേശ് ചെന്നിത്തലയുടെ ശിഷ്യരായി വളർന്നു വന്നവരാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും. രമേശ് ചെന്നിത്തലയ്ക്കാണ് 3 പേരിൽ കൂടുതൽ പ്രായമുള്ളതും ഇനി അധികം അവസരമില്ലാത്തതും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു 16 മുതൽ 21 വരെ. രമേശ് ചെന്നിത്തല എങ്ങനെ കറിവേപ്പല പോലെ എടുത്ത് കളയാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ചെന്നിത്തലയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയായി കെ സി വേണുഗോപാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ധനമന്ത്രിയായി വി ഡി സതീശനും എന്ന ഫോർമുലയാണ് മുമ്പോട്ട് പലരും വയ്ക്കുന്നത്. അതിൽ ഒരാൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ
സ്വാഭാവികമായും മറ്റേയാൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നതുകൊണ്ട് ഉപമുഖ്യമന്ത്രി പദവി വേണ്ട എന്നാണ് ചില നിർദ്ദേശങ്ങൾ. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി പദവിക്ക് അർഹതപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി അത് നിർബന്ധം പിടിക്കുന്നില്ലെങ്കിലും മറ്റൊരാൾ ഉപമുഖ്യമന്ത്രി ആവുന്നതിനോട് യോജിക്കുന്നില്ല എന്ന റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രി എന്ന സാഹചര്യവും പ്രതിസന്ധിയിലാവും. എന്തായാലും നാളെയോ മറ്റന്നാളോ, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള ആധികാരിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിശക്തമായ ജനപിന്തുണ ലഭിച്ചെങ്കിലും MLA-മാരുടെ എണ്ണത്തിലോ പാർട്ടി നേതൃത്വത്തിലോ പിന്തുണയില്ലാതെ പോയതാണ് വി ഡി സതീശന് വിനയായത്. സംഗതി കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായതോടെ അതീവ സ്വാധീനമുള്ള ഒരു വ്യവസായി ഇടപെട്ടു എന്ന് സൂചനയുണ്ട് കെ സി വേണുഗോപാലിന് വേണ്ടി. ആ വ്യവസായിയാണ് കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ചതും ലീഗിനെ ഒതുക്കിയതും. തെരുവിലിറങ്ങിയ ലീഗ് പതിയെ അംഗീകരിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് വ്യവസായിയുടെ ഇടപെടൽ മൂലമാണെന്ന് ഡൽഹി വൃത്തങ്ങൾ സൂചന നൽകുന്നു. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന നിർദ്ദേശം പോലും ലീഗ് അണികൾക്കിടയിൽ ഉണ്ടായപ്പോഴാണ് വ്യവസായി അതിനാടകീയമായി ഇടപെട്ടതും അതിനെ തുടർന്ന് ലീഗ് അതിന് വഴങ്ങിയതും. ആദ്യം വി ഡി സതീശന് വേണ്ടി രംഗത്ത് വന്ന കുഞ്ഞാലിക്കുട്ടി പോലും ഒടുവിൽ കെ സി വേണുഗോപാലിനൊപ്പം തിരിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. വി ഡി സതീശൻ ധനമന്ത്രിയായി തുടരും എന്ന് തന്നെയാണ് സൂചന. ഉപമുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാവുകയാണ്. ആഭ്യന്തരമന്ത്രി പദവി കൊടുത്താൽ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തേക്കാം. എന്നാൽ ആഭ്യന്തരമന്ത്രി പദവി നിർണായകമാണെന്നും അതാർക്കും വിട്ടുകൊടുക്കില്ലെന്നും കെ സി വേണുഗോപാൽ പറയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്തായിരിക്കും ചെന്നിത്തലയുടെ ഭാവി എന്നതിനെക്കുറിച്ചും ആശങ്കകളുണ്ട്. 102 സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആകെ നിരാശയിലാണ്. ഇത്തരമൊരു സാഹചര്യം രൂപപ്പെടുമെന്ന് ആരും കരുതിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ നിറയുന്നത് നേതാക്കളോടുള്ള വിദ്വേഷവും പകയുമാണ്. ഇരിക്കൂറിലെ MLA സജു ജോസഫ് രാജിവെച്ച് അവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കെ സിയെ തോൽപ്പിക്കാൻ പരമാവധി ചെയ്യും എന്ന് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നു. എത്രമാത്രം വൈകാരികമായാണ് ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ ഒരു ശബ്ദരേഖ മാത്രം പുറത്തു കേൾപ്പിക്കാം. സന്ദീപ് വാര്യരുടെ പേര് കെ സിയെ പിന്തുണയ്ക്കുന്നവരുടെ കൂടെ വന്നത് കണ്ട് വികാര വിക്ഷോഭത്തോടുകൂടി സന്ദീപ് വാര്യർക്ക് വേണ്ടി പണിയെടുത്ത ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവ് എനിക്ക് അയച്ചു തന്ന ശബ്ദരേഖയാണത്. കേൾക്കുക. എൻ്റെ പൊന്നു ഷാജ, ഇതിലും ഭേദം സന്ദീപ് വാര്യർക്ക് വന്നിട്ട് ഞങ്ങളെ കുത്തിക്കൊന്നിട്ട് പോകുന്നതായിരുന്നു. അയാൾ എന്തേ കുത്തിക്കൊല്ലാഞ്ഞ്? ഏതോ നാട്ടിൽ നിന്ന് വന്നു. ഈ പറയുന്ന ഈ കെ സി വേണുഗോപാലിൻ്റെ ആൾക്കാരടക്കം മുഴുവൻ ആൾക്കാരും ബഹിഷ്കരിച്ചപ്പോൾ തൃക്കരിപ്പൂർ വന്നു വമ്പൻ സ്വീകരണം. ഞാനൊക്കെ ചിറ്റാരിക്കാരിൽ നിന്ന് ഈ പൊരിവെയിലത്ത് പോയതാ ഇവിടെ വരുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ. കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടല്ല പോയത്. ഇതിനും ഭേദം അയാൾക്ക് ഞങ്ങൾക്ക് വിഷം തന്നിട്ട് കൊന്നു കളയുന്നതായിരുന്നു. അയാൾ സോഷ്യൽ മീഡിയ കാണുന്നില്ല. ഇയാൾ പൊട്ടനാണോ? താനി പൊട്ടൻ. കാരണം സോഷ്യൽ മീഡിയയും പത്രം മാധ്യമങ്ങളും അയാൾ കാണുന്നത് സകലം വിദ്യാഭ്യാസം ഉള്ളവരുത്തനാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇയാളെ ചോന്നത്. ഈ 38-40 ഡിഗ്രി ചൂടിന് ഈ മലമണ്ട മുഴുവൻ, ഈ തൃക്കരിപ്പൂര് അവിടെയുള്ള നിരപ്പ് പ്രദേശത്തോടല്ലേ, ഈ മലമണ്ടയ്ക്കൂടെ മുഴുവൻ ഈസ്റ്റ് അളേരി വെസ്റ്റ് അളേരി മുഴുവനും മല മുഴുവൻ കയറി ഇറങ്ങി. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രം 6100 വോട്ട് ഞങ്ങൾ ഭൂരിപക്ഷം കൊടുത്തു ഈ ഒരൊറ്റ പഞ്ചായത്തിൽ നിന്ന്. അവൻ്റെ ചീമേലിയിലും കയ്യൂരിലും ഉള്ളിടത്തുനിന്ന് ഉണ്ടാക്കുന്ന പോലെയല്ല, ഞങ്ങൾ അതുപോലെ കൊടുത്തു. രണ്ടാമത് മുസ്ലിം ലീഗുകാരാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. കുഴൽനാടൻ തെറി പറഞ്ഞപ്പോഴെങ്കിലും ഇവൻ നോട്ടടിക്കണ്ടായിരുന്നു. ഇയാൾക്ക് ബോധമില്ലേ? ഇയാൾക്ക് ധൈര്യമുണ്ടോ ഒന്നുകൂടെ രാജിവെച്ചിട്ടൊന്ന് മത്സരിക്കാനായിട്ട്? കെ സി വേണുഗോപാലിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇനി പച്ച തപ്പുവോ? ഇയാൾ ഒറ്റുകാരനായിട്ട് ജനം വിലയിരുത്തിയില്ലേ? സാമാന്യ ജനം എന്ത് പറയുന്നത് നോക്കാനുള്ള ത്രാണി ഈ മനുഷ്യനില്ലാതെ പോയോ? എന്ത് കഷ്ടമുണ്ടെന്ന് നോക്കണം. ഇയാൾക്ക് ഈ മിനിയാന്ന് ഞങ്ങളൊരു സ്വീകരണം കൊടുക്കേണ്ടതാ. അതിനു വേണ്ടി സ്കൂളിലെ പിള്ളേരെ വരെ ചട്ടം കെട്ടി ഞാൻ നിർത്തിയതാ. ഇനി ഞാൻ ആരോട് എന്ത് സമാധാനം പറയും? കഷ്ടമുണ്ട്. ചില തറവാടിയാണെന്നാണ് വിചാരിച്ചത്. കഷ്ടം. വി ഡി സതീശനല്ലേ നമ്മൾ വോട്ട് ചെയ്തേ? അയാളല്ലേ പട നയിച്ചത്? ഒന്നും അറിയാത്ത ആളാണ് ഇയാള്.